ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 33 പേർ കൊല്ലപ്പെട്ടു. US മധ്യസ്ഥതയിൽ ഒക്ടോബർ 10-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ഈ ശക്തമായ തിരിച്ചടി നൽകിയത്. ഈ ആക്രമണത്തോടെ മാസങ്ങൾ നീണ്ട സമാധാന ശ്രമങ്ങൾ അപകടത്തിലായിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ശക്തമായി ആരോപിച്ചു. ഇന്നലെ ഗാസയിൽ ഇസ്രായേലി സൈനികരെ ആക്രമിച്ചതായും മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറിലെ നിബന്ധനകൾ ഹമാസ് ലംഘിച്ചതായും അദ്ദേഹം ആരോപിച്ചു. തെക്കൻ ഗാസയിലെ റഫ മേഖലകളിലടക്കം ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം നടന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ വ്യോമാക്രമണത്തിന് ഉത്തരവിടുകയായിരുന്നു. സൈനികരെ കൊലപ്പെടുത്തിയതിനും കരാർ ലംഘിച്ചതിനും പകരമായാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ ആക്രമണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്നും വെടിനിർത്തൽ കരാറിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നുമാണ് പലസ്തീൻ സംഘടനകരായ ഹമാസ് അവകാശപ്പെടുന്നത്. ഇരു വിഭാഗങ്ങളും പരസ്പരം പഴിചാരുന്നതോടെ ഗാസ സമാധാന പദ്ധതിയുടെ ഭാവി തുലാസിലായി. US മധ്യസ്ഥതയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത്. എന്നാൽ തങ്ങൾ അമേരിക്കയെ അറിയിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയത്. ആക്രമണത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ തന്നെ പ്രതികരിച്ചു. ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തിയത് കൊണ്ടാണ് അവർ തിരിച്ചടിച്ചതെന്നും അവർ തിരിച്ചടിക്കണമെന്നും ട്രംപ് തുറന്നടിച്ചു. അതേസമയം ഈ ആക്രമണം വെടിനിർത്തലിനെ അപകടത്തിലാക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഗാസയിലെ സാഹചര്യം വീണ്ടും വഷളാവുകയും യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതിനിടയിൽ ട്രംപിന്റെ ഈ പ്രതികരണം ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് വ്യക്തമാക്കുന്നത്. US-ന്റെ മധ്യസ്ഥതയിൽ ഹമാസും ഇസ്രായേലും അംഗീകരിച്ച് പ്രാബല്യത്തിലായ ഗാസ സമാധാന പദ്ധതിക്ക് കനത്ത തിരിച്ചടിയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ബന്ദികളാക്കപ്പെട്ട 13 പേരുടെ ഭൗതികാവശിഷ്ടങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകാനുള്ളത്. ഈ വിഷയത്തിൽ ഹമാസ് കരാർ ലംഘിച്ചുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഒക്ടോബർ 19-ന് ഹമാസ് കരാർ ലംഘിച്ചെന്ന് ആരോപിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 45 പേർ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. എന്നാൽ അതിനുശേഷം വീണ്ടും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിൽ ഗാസയിൽ പലസ്തീൻകാർ അനുഭവിക്കുന്ന മനുഷ്യ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നുണ്ട്. കുട്ടികൾ അടക്കമുള്ള നിരപരാധികൾ കൊല്ലപ്പെടുന്നത് സമാധാന ശ്രമങ്ങളോടുള്ള ഇസ്രായേലിന്റെ നിലപാടുകളിലെ ചോദ്യചിഹ്നമായി ഉയർത്തിക്കാട്ടപ്പെടുന്നു. വെടിനിർത്തൽ കരാറിന്റെ ലംഘനം ഏത് ഭാഗത്തു നിന്നാണ് സംഭവിച്ചത് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെ മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസങ്ങൾ ഇരു ഭാഗത്തും നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. മധ്യേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ US ഉൾപ്പെടെയുള്ള ആഗോള ശക്തികളുടെ തുടർ ഇടപെടലുകളും നിർണായകമാകും. സമാധാന ചർച്ചകൾ പുനരാരംഭിച്ച് വെടിനിർത്തൽ കരാർ പൂർണ്ണമായും നടപ്പിലാക്കാൻ ഇരുപക്ഷത്തും സമ്മർദ്ദം ചെലുത്തേണ്ടതും അത്യാവശ്യമാണ്.